സംഗീത സംഘടനയായ മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളാണ് ഈ വേദിയിലിരിക്കുന്നത്. ഞാൻ ഓരോരുത്തരെയും പരിചയപ്പെടുത്താം. ശ്രീ EK പ്രേമരാജ് MWAയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇത് ശ്രീ ഹുസൈൻ വയനാട് മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന ട്രഷററാണ്. ഞാൻ നൗഷാദ് അരീക്കോട് MWAയുടെ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റാണ്. സുജാത സിംഗറാണ്, കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമാണ്. ഫിഡൽ അശോക് കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമാണ്. അതുപോലെ തന്നെ സഞ്ജയ് കുമാർ നമ്മുടെ MWAയുടെ സംസ്ഥാന സെക്രട്ടറി പയ്യന്നൂർ സെക്രട്ടറി ശ്രീ ലോറൻസ് അനിൽ രാജ് ഓൺ ദ വേ ആണ്. ഒരു 5 മിനിറ്റിനകം ഇവിടെ എത്തും. സമയം വൈകണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ കയറിയതാണ്. 5 മിനിറ്റിനകം ഇവിടെ എത്തും. അതുപോലെ തന്നെ പയ്യന്നൂർ MWAയുടെ പയ്യന്നൂർ ശാഖയുടെ സെക്രട്ടറി ശ്രീ ആദർശ് കുമാറും ഓൺ ദ വേ ആണ്. രണ്ടുപേരും ഒരുമിച്ചാണ് വരുന്നത്. കാറിലായതുകൊണ്ട് ഉള്ള ഡിലേ ആണ്. രണ്ടുപേരും 5 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നതിന്റെ ഒരു ആവശ്യകത ഒക്കെ അറിയാവുന്ന ഒരു കാര്യം. നമ്മള് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തം, പ്രകൃതി ദുരന്തം എന്ന് പറയുന്ന വയനാട് ദുരന്തം നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്, ദുരിതത്തിലാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലെ സംഗീത സംഘടനകളൊക്കെ ഈ ദുരിതത്തിന് നമ്മുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ വയനാടിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംഭാവനകളും നമ്മുടെ കഴിവിന്റെ പരമാവധി ഒക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ സംഭവിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തില് ഇപ്പൊ കേരളത്തിലെ ആഘോഷ പരിപാടികൾ ഏറെക്കുറെ നിലക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന അവസ്ഥയല്ല കലാകാരന്റെ അവസ്ഥ. വിശേഷിച്ച് കേരളത്തിലെ കലാകാരന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന 2016 തൊട്ടുള്ള ഇത് നോട്ട് നിരോധനം തൊട്ട് പരിപാടികൾ ക്യാൻസലായത്, അതുപോലെ തന്നെ നമുക്ക് നേരത്തെ സംഭവിച്ച ഈ വാട്സാപ്പ് ഹർത്താൽ മൂലം കോഴിക്കോട് നഗരത്തിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ, നിപ 1, 2, 3 തവണ വന്നപ്പോഴും, കോവിഡ് വന്ന സമയങ്ങളിൽ, പ്രളയങ്ങൾ 2 പ്രളയം വന്നപ്പോഴും ഇവിടെയൊക്കെ ആദ്യം നിർത്തലാക്കുന്നത് ഈ പ്രോഗ്രാമുകളാണ്. കലാകാരന്റെ അവന്റെ വേദികളാണ് നിഷേധിക്കപ്പെടുന്നത്. അതുമൂലം ഇവിടെ വലിയൊരു വിഭാഗം കലാകാരന്മാര് ദാരിദ്ര്യത്തിൽ തന്നെയാണ്. ഈ കോവിഡ് കാലത്തും നിപ്പയുടെ കാലത്തും കലാകാരന്മാരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ സംഘടനകളുടെയൊക്കെ പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. അപ്പൊ അത്രയും ദയനീയമാണ്. ഒരു മഴക്കാലം കഴിഞ്ഞാൽ ഒരു 3 മാസക്കാലത്തെ വളരെ കേരളത്തിലെ പോലുള്ള ഒരു മഴക്കാലം, കേരളത്തിൽ പ്രോഗ്രാമുകളൊക്കെ വളരെ കുറയുന്ന ഒരു കാലമാണ്. അതൊക്കെ കഴിഞ്ഞ് അവരുടെ ഒരു സീസൺ തുടങ്ങുന്നത് ഓണക്കാലത്താണ്. ഓണക്കാലത്തോടു കൂടെ അവരുടെ സീസൺ തുടങ്ങുക ചെയ്യും. ആ ഓണാഘോഷങ്ങളാണ് സർക്കാർ ഇത് മാറ്റിവെക്കുന്നത് മൂലം നമ്മുടെ കലാകാരനുണ്ടാകുന്ന ദുരിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ അത്. അപ്പൊ സർക്കാർ മാറ്റിവെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് മറ്റ് സംഘടനകൾ, മലയാളി സംഘടനകൾ, കേരളത്തിനകത്തും പുറത്തുള്ള മലയാളി സംഘടനകളൊക്കെ തന്നെ ഈ പ്രോഗ്രാമുകൾ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കോഴിക്കോട് നഗരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇപ്പൊ ടൗൺ ഹാളിൽ നിങ്ങൾക്ക് അധികമൊന്നും പോകേണ്ടി വന്നിട്ടുണ്ടാവില്ല. പല പരിപാടികളും മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റിവെക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതിലല്ല നമുക്കുള്ള പ്രശ്നം, പാടെ ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥയാണ്. ആയിരക്കണക്കിന് കലാകാരന്മാരെ ഇത് ബാധിക്കുന്നത്. ഇത് സംഗീത കലാകാരന്മാർ മാത്രമല്ല, ഞങ്ങള് സംഗീത കലാകാരന്മാരുടെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ്. അത് മാത്രമല്ല, എല്ലാ മേഖലയിലും നൃത്ത, നാടക കലാകാരന്മാര്, അതേപോലെ നാടോടി കലാകാരന്മാര്, മേക്കപ്പ് ആർട്ടിസ്റ്റുകള്, LED സിസ്റ്റത്തിന്റെ ആളുകള്, അല്ലെ, ഹാള് വാടകയ്ക്ക് കൊടുക്കുന്നവര്, സൗണ്ട് സിസ്റ്റത്തിന്റെ ആളുകള്,
ഇങ്ങനെ സകല തൊഴിലാളി വർഗ വിഭാഗം ഒക്കെ തന്നെ ദുരിതത്തിലാണ്. വളരെ പ്രയാസമാണ്. ഓണക്കാലത്തേക്ക് കാത്തിരിക്കുന്ന ഒരു കലാകാരനെ സംബന്ധിച്ചുള്ള അവരുടെ മക്കളുടെ വിവാഹം, വീട്, അല്ലെങ്കിൽ അവന്റെ മറ്റ് ചികിത്സാ ചെലവുകൾ, അവന് മാസത്തിൽ അടക്കേണ്ടിയിരിക്കുന്ന വായ്പകള്, ഇതൊക്കെ ഒരു ഓണം കഴിഞ്ഞാൽ അതൊക്കെ കടം വീട്ടാൻ ആവും എന്നുള്ള ഘട്ടമായിരുന്നു. നിറയെ പ്രോഗ്രാമുകൾ അവർക്കൊക്കെ കിട്ടുന്ന കാലം. അതാണ് ഇപ്പൊ ഈ സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഇല്ലാതായിരിക്കുന്നത്. നമുക്ക് വയനാട്